കൊല്ലവർഷം 881 ആണ്ടിൽ ആറ്റിങ്ങൽ ഇളയറാണി കാർത്തിക തിരുനാൾ ഉമാദേവി തമ്പുരാട്ടിയുടെയും കിളിമാനൂർ കോവിലകത്ത് രാമവർമ്മൻ കോയി തമ്പുരാന്റെയും മകനായി അനിഴം നക്ഷത്രത്തിൽ ശ്രീ മാർത്താണ്ഡവർമ്മ ഭൂജാതനായി. അന്ന് വേണാട് ഭരിച്ചിരുന്ന മഹാരാജാവായ ശ്രീവീരരാമവർമ്മയുടെ അനന്തിരവനായിരുന്നു മാർത്താണ്ഡവർമ്മ. നന്നേ ചെറുപ്പം മുതൽക്ക് തന്നെ മഹാരാജാവിന് മാർത്താണ്ഡവർമ്മയുടെ യുദ്ധസാമർഥ്യത്തിലും രാജതന്ത്രജ്ഞതയിലും വലിയ മതിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയെ 19ാമത്തെ വയസ്സിൽ നെയ്യാറ്റിൻകര രാജകുമാരനായി പ്രഖ്യാപിച്ചു. മരുമക്കത്തായം എന്ന സമ്പ്രദായം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ മരുമകൻ കഴിവുറ്റ ഒരു ഭരണാധികാരിയായി തീരുമെന്ന് അന്നേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ മഹാരാജാവിൻ്റെ ഈ നടപടി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ പത്മനാഭൻ തമ്പിക്കും രാമൻ തമ്പിക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഏതു വിധേയനെയും മാർത്താണ്ഡവർമ്മയെ വധിച്ച് അധികാരം കൈയടക്കണമെന്ന് അവർ ദൃഢനിശ്ചയമെടുത്തു. പക്ഷേ മഹാരാജാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമായ മാർത്താണ്ഡവർമ്മയോട് നേരിട്ടെതിർക്കുവാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു. പത്മനാഭൻ തമ്പിയെയും രാമൻ തമ്പിയെയും പോലെ തന്നെ കൊട്ടാരത്തിനകത്തും പലർക്കും മാർത്താണ്ഡവർമ്മയ്ക്ക് യുവരാജ പട്ടം കൊടുത്തത് ഇഷ്ടമായില്ല. അവർ രാജാവിനെ ഭയന്ന് അതൊന്നും പുറത്തു പറഞ്ഞില്ല എന്ന് മാത്രം. തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരും ശക്തി പ്രാപിച്ചു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ പല പ്രവർത്തനങ്ങളും അവരിൽ വല്ലാത്ത നീരസമുണ്ടാക്കിയിരുന്നു. ഇങ്ങനെ പോയാൽ ക്രമേണ മാർത്താണ്ഡവർമ്മ തങ്ങളുടെ അധികാരത്തിന്മേൽ കൈവയ്ക്കും എന്നവർക്കറിയാമായിരുന്നു. അന്നത്തെ പേരുകെട്ട മാടമ്പിമാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. രാജഭരണത്തിൽ അസംതൃപ്തരായ ഈ ഇടപ്രഭുക്കന്മാരെയും മാടമ്പിമാരെയും കയ്യിലെടുത്താൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജാധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കരുതിയ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും 8 വീട്ടിൽ പിള്ളമാരെയും മറ്റു മാടമ്പി പ്രമുഖരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമായിരുന്നു. 1729 തൻ്റെ 23ാമത്തെ വയസ്സിൽ അധികാരമേറ്റ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പലവട്ടം തന്നെ കൊല്ലുവാൻ വേണ്ടി വേട്ടപ്പട്ടികൾ പോലെ പിന്നാലെ വന്നവരെയെല്ലാം അദ്ദേഹം തിരിച്ചു വേട്ടയാടി പിടിച്ചു. തൻ്റെ ജീവന് വേണ്ടി, ഭരണം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് പലതും ചെയ്യേണ്ടി വന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നാണ് ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അറിയപ്പെട്ടിരുന്നത്. പലതായി ചിതറിക്കിടന്നിരുന്ന വേണാടിൻ്റെ ഭൂപ്രദേശങ്ങളെ അദ്ദേഹം ഏകോപിപ്പിച്ച് തിരുവിതാംകൂർ എന്ന കരുത്തുറ്റ ഒരു രാജ്യം പടുത്തുയർത്തി. അധികാരമോഹികളായ ജന്മിമാരെയും ഭൂപ്രഭുക്കന്മാരെയും ശക്തമായി അടിച്ചമർത്തി. എതിർത്ത് നിന്നവരെ നിർദാക്ഷിണ്യം ഇല്ലാതാക്കി. അക്കൂട്ടത്തിൽ 8 വീട്ടിൽ പിള്ളമാരുമുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ നിർദാക്ഷിണ്യം വകവരുത്തുവാൻ വേണ്ടി പിന്തുടർന്ന് അവരുടെ കുടുംബത്തിൻ്റെ തായ് വേര് വരെ പിഴുത് അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി അവിടെ കുളം തോണ്ടി. മാർത്താണ്ഡവർമ്മയുടെ ഉറ്റ സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്നു രാമയ്യന്തളവ. 19 വർഷം മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് സുശക്തമായ ഒരു സൈനിക ശക്തി ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശ്രീ മാർത്താണ്ഡവർമ്മ തൻ്റെ സൈന്യത്തെ വിപുലീകരിച്ചു. 1741 കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം ഡച്ചുകാരെ നിശേഷം പരാജയപ്പെടുത്തി. ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ രാജാവ് എന്ന ഖ്യാതിയും അദ്ദേഹം സ്വന്തമാക്കി. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്ന തിരുവനന്തപുരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം പത്മനാഭപുര കൊട്ടാരവുമായിരുന്നു. വളരെ കാർക്കശ്യവും വിട്ടുവീഴ്ചകളില്ലാതെയും ഭരണം നടത്തിയ അദ്ദേഹം 1750 തൻ്റെ രാജ്യത്തെ തൻ്റെ ഇഷ്ടദേവനായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഈ ചരിത്ര സംഭവത്തെ തൃപ്പടിദാനം എന്നാണ് അറിയപ്പെടുന്നത്. തൻ്റെ ഉടവാൾ പത്മനാഭന് അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ച് ഉടവാൾ തിരികെ വാങ്ങി. അന്നു മുതൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിഹാസ തുല്യമായ തൻ്റെ ജീവിതത്തിനിടയിൽ ഒരു വിവാഹം കഴിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് പറയുകയാവും ശരി. 1758 ജൂലൈ മാസം 7-ാം തീയതി ആ മഹാപ്രതിഭ നാട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കേവലം 52 വയസ്സായിരുന്നു. ശ്രീ മാർത്താണ്ഡവർമ്മയുടെ ദേഹവിയോഗത്തിന് ശേഷം അധികാരമേറ്റത് അനന്തിരവനായ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. സംഭവബഹുലമായ തൻ്റെ ജീവിതത്തിലൂടെ സുശക്തമായ തിരുവിതാംകൂർ എന്ന സാമ്രാജ്യം പടുത്തുയർത്തിയ ധീരനായ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ചരിത്രം എന്നും ഓർമ്മിക്കും.